ജനറേഷൻസ് തമ്മിൽ ഏറ്റുമുട്ടുന്ന അറിവും വിവേകവും ഒരുപോലെ ഒന്നിക്കുന്ന ഈ ഒരു അരങ്ങിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇത് RG Media 360 പ്രസന്റിംഗ് YXO കേരള. നമ്മുടെ രാജ്യം മുഴുവൻ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്നതിൻ്റെ ഒരു വലിയ ആരവത്തിലാണ് അല്ലേ? ഞങ്ങളുടെ ഈ ഒരു വേദിയിലും അറിവാണ് ഞങ്ങൾ ആഘോഷിക്കാനായിട്ട് ഒരുങ്ങുന്നത്. ഓരോ എപ്പിസോഡ് കഴിയുന്തോറും ഏറ്റവും മികച്ച മത്സരാർത്ഥികളെ നിങ്ങൾക്ക് മുന്നിൽ ഷോക്കേസ് ചെയ്യാൻ പറ്റുക എന്നുള്ള വലിയ സന്തോഷം ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ട്. അപ്പോൾ ഇന്നും O ടീമിൽ നിന്നും Y ടീമിൽ നിന്നും ആരൊക്കെയാണ് എത്താൻ പോകുന്നത് നമുക്കൊന്ന് നോക്കണ്ടേ? ഓക്കെ, സോ അവരുടെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് നിങ്ങൾ എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുകയാണെന്ന് അറിയാം. ഒട്ടും തന്നെ സമയം എടുക്കുന്നില്ല. ലെറ്റ്സ് ഇൻവൈറ്റ് ദ ടീം O. അപ്പോൾ ഇന്ന് നമുക്ക് വേണ്ടി ഇവിടെ പോരാടാനായിട്ട് എത്തിയ O ടീമിൻ്റെ ആൾക്കാരെല്ലാവരെയും നമ്മൾ ഇതേ കണ്ടു കഴിഞ്ഞു. ഇവരാരാണ്, എന്തൊക്കെയാണ് ഇവർ യഥാർത്ഥ ജീവിതത്തിൽ ചെയ്തതൊക്കെ നമുക്കൊന്ന് അറിയാം. അതിന് മുമ്പായിട്ട് ഇവരുമായിട്ട് ഇന്ന് മത്സരിക്കാനെത്തുന്ന ദ Y ടീമിനെ കൂടി നമ്മൾ ഈ വേദിയിലേക്ക് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാൻ പോവാണ്. ദ ടീം Y. അപ്പോൾ 3 ബോയ്സിനെയാണ് ഇന്ന് എനിക്ക് Y ടീമിൽ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നെ തുടങ്ങാം. യെസ്, എന്താണ് പേര്? ചേച്ചി എല്ലാം പറഞ്ഞോളൂ. എൻ്റെ പേര് മിനി എന്നാണ്. മിനി എന്നാണ്. മണക്കാട് സ്കൂളിലെ റിട്ടയർഡ് ടീച്ചറാണ്. ഏതായിരുന്നു വിഷയം? ഏതായിരുന്നു? ഞാൻ മാത്സ് ആയിരുന്നു. മാത്സ് ആയിരുന്നു. ഏതായിരുന്നു ക്ലാസ്? ഏതായിരുന്നു? ക്ലാസ് 7. അങ്ങനെ കഴിഞ്ഞ വർഷം റിട്ടയർഡ് ആയി. വീട്ടിലാരൊക്കെയാ ഉള്ളത്? വീട്ടിലെ ഹസ്ബൻഡ്, മോള്, മോന്. ഓക്കെ, ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? ഹസ്ബൻഡ് റിട്ടയർഡ് SI ആണ്. കൺട്രോൾ റൂമില് സബ് ഇൻസ്പെക്ടർ ആയിരുന്നു. പുള്ളി 3 വർഷം മുമ്പ് പെൻഷനായി. സാറിന്റെ പേര് എവിടെ നിന്നാണ്? എന്താണ്? ഞാൻ ഡോക്ടർ അനന്തകൃഷ്ണൻ പോറ്റി, വിഴവൂർ ആനന്ദമഠം, പാപ്പനംകോടാണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു പൂജ റിലേറ്റഡ് കാര്യങ്ങൾ. പൂജാരി, ജ്യോതിഷൻ, തന്ത്രിയൊക്കെയാണ്. ആണ്. പേരെന്താണ്? ആഷർ. എന്താണ് ചെയ്യുന്നത്? 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്നിട്ട് എന്താണ് ആഗ്രഹം? എന്താണ് വലുതാവുമ്പോ? ഷെഫ് ആവണം. ഷെഫ് ആവണം എന്നാണ്. ഓക്കെ, നിനക്ക് എന്താണ് ആഗ്രഹം? എന്താണ് പേരും കൂടെ പറയാം? പേര് ദക്ഷ എന്നാണ്. എത്രാം ക്ലാസ്സിലാണ്? 9. ഇവിടെ ഷെഫ് ആകണമെന്ന് പറഞ്ഞു. ഇവിടെ എന്താണ് ഇങ്ങനെ വെറൈറ്റി ആഗ്രഹം എന്തെങ്കിലും ഉണ്ടോ ചേച്ചി? കേൾക്കട്ടെ. ആർമിയിൽ ജോയിൻ ചെയ്യണം. ആർമിയിൽ ജോയിൻ ചെയ്യണം. വൈ ആർമി? എന്തുകൊണ്ട് തോന്നി? ഏത് ടൈമിൽ തോന്നി ആർമിയിൽ ജോയിൻ ചെയ്യണം? അങ്ങനെയൊന്നുമില്ല, ഇടയ്ക്ക് വെച്ച് ചുമ്മാ തോന്നിയപ്പം. ഇടയ്ക്ക് വെച്ചൊന്ന് ചുമ്മാ തോന്നിയപ്പോൾ നമുക്ക് ആർമിയിൽ ജോയിൻ ചെയ്യാൻ തോന്നി. നിനക്ക് എന്താണ് ആഗ്രഹം? എയർഫോഴ്സ്. എയർഫോഴ്സിലാണ്. ഓക്കെ, എന്താണ് പേരെന്താണ്? ആരവ് കൃഷ്ണ. ആരവ് കൃഷ്ണ. എന്താണ് ആരവിന്റെ ഒരു അർത്ഥം? എന്താണ് മീനിങ്? എന്താണ് ആരവ് എന്ന് പറഞ്ഞാൽ? അറിഞ്ഞൂടാ. നിനക്ക് എന്ത് തോന്നുന്നു? എന്തുകൊണ്ടായിരിക്കും അച്ഛനും അമ്മ അങ്ങനെ ഒരു പേരിട്ടത്? നീ ഭയങ്കര ബഹളക്കാരൻ വല്ലതും ആണോ വീട്ടില്? അല്ല. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? അച്ഛൻ, അമ്മ, അനിയത്തി. എന്തുകൊണ്ട് എയർഫോഴ്സ് എന്നെ തിരഞ്ഞെടുത്തു? എനിക്ക് നമ്മളെ ഇന്ത്യ നല്ലപോലെ സുരക്ഷിക്കണം. ഇന്ത്യയെ രക്ഷിക്കണം. ഇന്ത്യയെ രക്ഷിച്ചിട്ടേ ഉള്ളൂ. ഇന്ത്യക്ക് ഇപ്പൊ എന്തെങ്കിലും പ്രശ്നം ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഇന്ത്യക്ക്. എന്നാലും നമുക്കൊന്ന് സംരക്ഷിച്ച് നിർത്താം ഇന്ത്യൻ അല്ലേ? ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ചേച്ചീനെ ഞാൻ പരിചയപ്പെട്ടില്ല. ചേച്ചിയുടെ പേര്? ഗായത്രി ദേവി എന്നാണ്. എന്താണ് ചേച്ചി ചെയ്യുന്നത്? ഹൗസ് വൈഫ് ആണ്. എങ്ങനെയുണ്ട് വീട്ടമ്മ ഒരു ലൈഫ്? എങ്ങനെയാണ് ശരിക്കും? സുഖകരമായ ലൈഫാണോ അതോ ജോലിക്ക് പോകുന്നവരുടെ ലൈഫാണോ ബെറ്റർ? എന്ത് തോന്നുന്നു? ജോലിക്ക് പോകുന്നത് തന്നെയാണ് നല്ലത്. ജോലിക്ക് പോകുന്നതാണ് നല്ലതെന്നാണ്. കാരണം സ്ത്രീകൾക്ക് ഒരു ജോലി വേണമെന്നാണോ? അതെ. അപ്പം ഇവിടെ 3 പേര് നിൽക്കുന്നുണ്ട്. ഇവരുടെ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഞങ്ങളുടെ ആദ്യത്തെ റൗണ്ടിലേക്കാണ്. GK റൗണ്ട്. ദുബായ് കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് രംഗത്തെ നിങ്ങളുടെ സ്വപ്ന നിക്ഷേപ സാക്ഷാത്കാരത്തിന് RG ഗ്രൂപ്പിനെ സമീപിക്കൂ. സോ GK റൗണ്ടാണ്. GK റൗണ്ടിൽ 10 ക്വസ്റ്റ്യൻസ് ചേച്ചിയുടെ കയ്യിലുണ്ട്. ഇംഗ്ലീഷ് പറയും സാറേ, മലയാളവും പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം ബസർ പ്രസ് ചെയ്യാം. ഓക്കെ, റെഡിയല്ലേ? അപ്പോൾ ഓരോ ശരി ഉത്തരം ക്യാരി ചെയ്യുന്നത് 2 പോയിന്റ്സ് ആണ്. അപ്പോൾ ബസർ കൃത്യമായിട്ട് ടൈമിങ്ങിൽ നമ്മൾ പ്രസ് ചെയ്തോണം. പക്ഷേ മലയാളം കംപ്ലീറ്റ് ആയതിനു ശേഷം മാത്രം. ഓക്കെ, റെഡി? ആദ്യത്തെ ചോദ്യം. ഹു ഹാസ് വൺ ദ മോസ്റ്റ് ഒളിമ്പിക് ഗോൾഡ് മെഡൽസ്? ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ സ്വർണം നേടിയത് ആരാണ്? ഞങ്ങളുടെ Y ടീമാണ്. ഉത്തരം മൈക്കൽ ഫെൽപ്സ്. ശരി ഉത്തരം. മൈക്കൽ ഫെൽപ്സ് ആണ്. ശരി ഉത്തരമാണ് പറഞ്ഞേക്കുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം. സാറേ കറക്റ്റ് ഞാൻ മലയാളം കഴിയുന്നൊന്ന് പ്രസ് ചെയ്തോണം. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം. How many strings does a standard guitar have? ഒരു സാധാരണ ഗിറ്റാറിന് എത്ര സ്ട്രിങ്ങുകളുണ്ട്?
O ടീമാണ്. എത്രയാണ് സാറേ? 6. 6 സ്ട്രിങ്ങുകളാണ് ഒരു ഗിറ്റാറിനുള്ളതാണോ? ഉറപ്പാണ്. 6 ശരി ഉത്തരം. മൂന്നാമത്തെ ചോദ്യം. വിച്ച് കൺട്രി ഹാസ് ദി മോസ്റ്റ് ഐലൻഡ്സ് ഇൻ ദ വേൾഡ്? ലോകത്ത് ഏറ്റവും കൂടുതൽ ദ്വീപുകളുള്ള രാജ്യം ഏതാണ്? O ടീമാണ്. സാറേ ഏതാണ് ഏറ്റവും കൂടുതൽ ദ്വീപുകളുള്ള രാജ്യം? അയർലൻഡ്. അയർലൻഡ് തെറ്റുത്തരം. പാസ് ചെയ്ത് ശരി ഉത്തരമാണെങ്കിൽ 1 പോയിന്റ് ഞാൻ തരും. ഏതാണ്? ഫിലിപ്പീൻസ്. ഫിലിപ്പീൻസ് തെറ്റുത്തരാണ്. 2 ടീമും ഉത്തരം പറഞ്ഞിട്ടില്ല. ഇനി പറയാമോ? ഒരാളിനെ അറിയാമെങ്കിൽ പറയാമോ? ഇനിയിപ്പോ കാര്യമില്ല. ഇനിയിപ്പോ പോയി. പറഞ്ഞോ ചേച്ചി, വെറുതെ ഒന്ന്. സ്വീഡൻ ആണെന്നാണ്. സ്വീഡൻ ആയിരുന്നു ശരി ഉത്തരം. പക്ഷേ പോയി. എന്റെ അവസരം നഷ്ടപ്പെട്ടതിന് ശേഷമാണ് പറഞ്ഞത് ടീച്ചർ. കുഴപ്പമില്ല. ഓക്കെ. അപ്പൊ എന്തായാലും അടുത്ത ചോദ്യത്തിലേക്ക് ഞങ്ങൾ കടക്കാണ്. 4ാമത്തെ ചോദ്യമാണ്. ബസറിൽ പ്രസ് ചെയ്ത് നിൽക്കാം. വാട്ട് ഇസ് ദ ലെങ്ത് ഓഫ് എ മാരത്തോൺ ഇൻ മൈൽസ്? എത്ര മൈലുകളാണ് ഒരു മാരത്തോണിന്റെ നീളം? നമ്മുടെ O ടീമാണ്. ടീച്ചറെ 26.2. 26.2 മൈൽസ് ആണ്. അടുത്ത 5ാമത്തെ ചോദ്യമാണ്. ഇൻ വിച്ച് സ്പോർട്ട് വുഡ് യു പെർഫോം എ സ്ലാം ഡങ്ക്? ഏത് കായിക ഇനത്തിലാണ് നിങ്ങൾ സ്ലാം ഡങ്ക് നടത്തുക? ദി O ടീമാണ് പ്രസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് നോക്കിയേ ടീച്ചർ, ആലോചിച്ച് നോക്കിയേ. സ്ലാം ഡങ്ക് ഏതെങ്കിലും ഒരു കായിക ഇനം ടീച്ചർ ഒന്ന് കറക്കി കുത്തി നോക്കിയാൽ ചിലപ്പോൾ ശരിയാവണമെങ്കിലോ. സാറേ ഏതാണ്? ഫുട്ബോളാണോ? ഫുട്ബോൾ തെറ്റുത്തരം. പാസ് ചെയ്യാണ്. ഏതാണ്? ബാസ്കറ്റ്ബോൾ. ബാസ്കറ്റ്ബോൾ ശരി ഉത്തരം. 1 പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ എന്തേ ബസർ പിന്നെ പ്രസ് ചെയ്തില്ല? എനിക്ക് 2 പോയിന്റ് കിട്ടൂലായിരുന്നോ? 1 പോയിന്റ് നഷ്ടമായില്ലേ? ഓക്കെ. അപ്പൊ ജീവിതത്തിൽ ഒന്നും മിസ് ചെയ്യരുത്. നമ്മൾ ചാടിക്കറി ചെയ്തോണം. ബാക്കിയൊക്കെ വരുന്ന വഴിക്ക്. ചേച്ചിയൊക്കെ ഈ പണി അറിയാഞ്ഞിട്ടാണോ ഇവിടെ നിന്ന് ചെയ്യുന്നേ? നമ്മൾ ചെയ്യുക, നിങ്ങൾക്ക് ശരിയായിക്കോളും. ഓക്കെ. അടുത്ത 6ാമത്തെ ചോദ്യം. വാട്ട് ഇയർ ഡിഡ് ദി ബെർലിൻ വാൾ ഫോൾ? ഏത് വർഷമാണ് ബെർലിൻ മതിൽ വീണത്? O ടീമാണ്. 1989. 1989 ശരി ഉത്തരം. കേട്ടിട്ടുണ്ടോ? എങ്ങനെയായിരിക്കും ബെർലിൻ വാൾ വീണതെന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എന്തായിരിക്കും കാരണം? വിഭാവനയിൽ ആകാശത്ത് ആകാശത്തുനിന്ന് പൊട്ടി വീണോ? മതിലടാ, അതൊരു മതിലാ. ബെർലിൻ മതിൽ എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അറിഞ്ഞൂടായിരുന്നു. എന്നാലും അവൻ പറഞ്ഞു ആകാശത്തുനിന്ന് പൊട്ടി വീണതായിരിക്കാന്ന്. നിനക്ക് എന്താ തോന്നേ? നാച്ചുറൽ ഡിസാസ്റ്റർ. നാച്ചുറൽ ഡിസാസ്റ്റർ ആണെന്നൊരു ഡൗട്ട് പറയുന്നുണ്ട്. മോൻ എന്താ തോന്നുന്നേ? ആരെങ്കിലും കുഴിബോംബ് വെച്ചതോ? നാച്ചുറൽ ആണെന്ന് തോന്നുന്നു. ടീച്ചറെ, ബെർലിൻ മതിൽ വീണതിനെ പറ്റിയുള്ള എന്തെങ്കിലും കഥകൾ അറിയുമോ? അറിയില്ല, വർഷം മാത്രം ഓർമ്മയുണ്ട്. വർഷം മാത്രമേ ഓർമ്മയുള്ളൂ. പക്ഷെ 1989 എന്നുള്ളത് ശരി ഉത്തരമാണ്. ഓക്കെ, അടിപൊളി. ഓക്കെ, മൂവിങ് ഓൺ ടു ദ 7th ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആനിമൽ ഹാസ് ദി ലോങ്സ്റ്റ് ടങ്? ഏറ്റവും നീളം കൂടിയ നാവുള്ള മൃഗം ഏതാണ്? O ടീമാണ്. സാറേ ജിറാഫ്. ജിറാഫ്. ജിറാഫിനാണോ ഏറ്റവും കൂടുതൽ നീളമുള്ള നാക്കുള്ളത്? അതെ. ആണ്. ഓക്കെ, ആൻഡ് ജിറാഫ് എന്ന ഉത്തരം ശരിയാണ്. 8ാമത്തെ ചോദ്യം. Where is Disney's European theme park located? ഡിസ്നിയുടെ യൂറോപ്യൻ തീം പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ദി Y ടീമാണ്. എവിടെയാണ്? ഫ്രാൻസ്. ഫ്രാൻസ് ശരി ഉത്തരം. പാരീസിലാണ്. പാരീസ് ഫ്രാൻസിലാണ്. അപ്പോൾ 9ാമത്തെ ചോദ്യത്തിലേക്കാണ്. വാട്ട് ഈസ് ദ ഹയസ്റ്റ് ഗ്രോസിംഗ് ഫിലിം ഓഫ് ഓൾ ടൈം? എക്കാലത്തെയും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ ഏതാണ്? ദി O ടീമാണ്. ഏതാണ്? ടീച്ചറെ, സാറേ ഏതാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ, ഏറ്റവും കൂടുതൽ പൈസ വാരി പണം വാരിയ ചിത്രം ഏതാണ് ബോക്സ് ഓഫീസിൽ, ലോകത്തിൽ തന്നെ? സാറ് ചുമ്മാ എന്തെങ്കിലും ഒന്ന് ഗസ് ചെയ്ത് നോക്കിയേ. ഏറ്റവും കൂടുതൽ ഒരു ഇംഗ്ലീഷ് ചിത്രമാണിത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പൈസ വാരിയത് ഇതാണ്. നിങ്ങൾക്കറിയാമെങ്കിലും പറയരുത്. അറിയോ? അറിയാം, പക്ഷെ പറയരുത്. ചുമ്മാ ഒന്ന് ഗസ് ചെയ്ത് നോക്കിയാൽ സാർ ഏതെങ്കിലും ഒരു പേരങ്ങോട്ട് ഓർമ്മ വരില്ല. ശരിക്കും സിനിമ ഓർമ്മ വരുന്നുണ്ട്. ആ പോസ്റ്ററൊക്കെ കണ്ടത് നല്ല ഓർമ്മയുണ്ട്. പോസ്റ്ററൊക്കെ ഇങ്ങനെ പറക്കുന്ന കുതിരയുടെ രൂപത്തിലും ആൾക്കാരുടെ ഷേപ്പൊക്കെ ഒരു നീല കളറിലുള്ള അത് തന്നെ. സാറിന് അപ്പൊ പടം അറിയാം. പേര് ടീച്ചറെ ചുമ്മാ ഒരു പേരൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കിയേ. പറ്റുന്നില്ല. സോ ടെർമിനേറ്റർ തെറ്റുത്തരാണ്. ഇനി ബോയ്സിലേക്ക് വരുമ്പോ ഏതാണ് ആ നീല ആൾക്കാരുടെ ചിത്രം? അവതാർ ശരി ഉത്തരം. ജെയിംസ് കാമറൂൺ സംവിധാനം ചെയ്ത് ഡോക്ടർ പോൾ ആർ ഫോർമർ എന്ന് പറയുന്ന ഒരാള് ഇതിന് വേണ്ടി ഒരു ലിംഗ്വിസ്റ്റിക്, അതൊരു ഭാഷ തന്നെ ക്രിയേറ്റ് ചെയ്താണ്. അതിൽ പാൻറ്റോറയിലൊക്കെ
പറഞ്ഞ പോലെ താമസിക്കുന്നവർ അവരുടെ ഒരു ലാംഗ്വേജാണ് സംസാരിക്കുന്നത്. 6-7 വർഷം കൊണ്ടാണ് ആ ഒരു ചിത്രം ഉണ്ടാക്കിയെടുത്തതെന്നൊക്കെ നമ്മൾ കേട്ടു. ജെയിംസ് ക്യാമറൂണിന്റെ വേറെ ഏതെങ്കിലും സിനിമ അറിയോ മനസ്സിൽ? എനിക്കറിയില്ല. ടൈറ്റാനിക് പോലുള്ള സിനിമകളെല്ലാം കണ്ടിട്ടുണ്ടോ? ടൈറ്റാനിക് കണ്ടിട്ടുണ്ട്. അതെല്ലാം സെയിം ഡയറക്ടറാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞതുപോലെ അവതാറാണ് ഏറ്റവും കൂടുതൽ ലോകത്തിൽ ബോക്സ് ഓഫീസിൽ പണം നേടിയ ചിത്രം. ഓക്കെ, 10ാമത്തെ ചോദ്യമാണ്. ഇത് ടീച്ചറിന് കിട്ടാനാണ് സാധ്യത. നോക്കാം. What term is used to describe a sequence of characters or numbers that reads the same backward as forward? അക്ഷരങ്ങളോ അക്കങ്ങളോ മുൻപോട്ട് എന്നതിന് സമാനമായി പിന്നിലേക്കും വായിക്കാവുന്ന വാക്കുകളുടെ അല്ലെങ്കിൽ സംഖ്യകളുടെ ശ്രേണിയെ ഏത് പദം കൊണ്ടാണ് വിവരിക്കുന്നത്? ഒരു മാത്സ് ടീച്ചറാണ് ഞങ്ങൾക്ക് ഓയിലുള്ളത്. പാലിൻഡ്രോം. കറക്റ്റ് ആൻസർ. പാലിൻഡ്രോം എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. പാലിൻഡ്രോം എന്ന് കുഞ്ഞുങ്ങൾ കേട്ടിട്ടില്ല. ടീച്ചർ എന്താണെന്ന് പറഞ്ഞു കൊടുത്തേ ടീച്ചറെ. പാലിൻഡ്രോം എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളിൽ തന്നെ ഇംഗ്ലീഷിൽ മലയാളം എന്ന് എഴുതിയിട്ട് നമ്മൾ തിരിച്ചു വായിക്കുമ്പോൾ MALA തന്നെ തിരിച്ചും അവിടെ നിന്ന് ഇങ്ങോട്ട് എക്സാക്ട്ലി മലയാളം ഒരു പാലിൻഡ്രോം ആണ്. അതായത് MALAYALAM അത് തിരിച്ചു വായിച്ചാലും മലയാളം തന്നെയാണ്. അപ്പം മലയാളം എന്ന ഇംഗ്ലീഷ് പദം ഒരു പാലിൻഡ്രോം ആണെന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ എന്തായാലും 10 ചോദ്യങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. സ്കോർ നില നമുക്കൊന്ന് നോക്കാം. വൈറ്റ് ടീം കരസ്ഥമാക്കിയിരിക്കുന്നത് 6 പോയിന്റ് ആണ്. O ടീം കരസ്ഥമാക്കിയിരിക്കുന്നത് 10 പോയിന്റ് ആണ്. YXO കേരളയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റൗണ്ടിലേക്കാണ് ഞങ്ങൾ കടക്കാൻ പോകുന്നത്. ആൻഡ് ദ സെക്കൻഡ് റൗണ്ട് ഇസ് ഗെയിം റൗണ്ട്. ദുബായിയുടെ ഭാവിയിൽ നിക്ഷേപിക്കുക. നിങ്ങളുടെ വിജയത്തിൽ പങ്കാളികളായി ഞങ്ങളുമുണ്ട്. RG ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ റൗണ്ടായ ഗെയിം റൗണ്ടിലേക്ക് കടക്കാൻ പോവാണ്. ആൻഡ് ഇന്നത്തെ ഗെയിം പിക്ചർ ദി പ്രോവർബ്. വേറൊന്നുമില്ല, ഞാൻ കാതിൽ ഒരു പ്രോവർബ് പറഞ്ഞുതരും, പഴഞ്ചൊല്ല് പറഞ്ഞുതരും. അപ്പോൾ ആരാണോ വരുന്നത് അവരോടായിരിക്കും ഞാൻ പറയുന്നത്. അതിവിടെ വരച്ചുകൊണ്ട് ബാക്കിയുള്ള ടീംമേറ്റ്സിന് ആ പഴഞ്ചൊല്ല് പറയിക്കണം. അത്രയേ ഉള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇച്ചിരി വരയ്ക്കാൻ കഴിവുള്ള എങ്ങനെയെങ്കിലും ആ മീനിങ് ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവരെ കൊണ്ടൊന്ന് പറയിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ 3 ചാൻസസ് ഉണ്ട്. അതായത് 3 പഴഞ്ചൊല്ലുകളായിരിക്കും ഞാൻ പറയുന്നത്. മാക്സിമം എത്ര നമ്പർ കിട്ടും എന്നുള്ളത് നമുക്കൊന്ന് കാത്തിരുന്ന് നോക്കാം. അപ്പം O ടീമിൽ നിന്ന് ആരാണ് വരുന്നത്? സാറാണ് വരുന്നത് വരയ്ക്കാനായിട്ട്. അപ്പോൾ ചേച്ചിമാർ 2 റെഡി അല്ലേ? ടീച്ചർ റെഡി? ഓക്കെ, സാറേ വരൂ. ഞാനപ്പോൾ പഴഞ്ചൊല്ല് സാറിന് പറഞ്ഞു കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഞാൻ അപ്പോൾ പറഞ്ഞു കൊടുത്തു. ഇനി സാർ അത് വരച്ച് ഇവരെ കൊണ്ട് അറിയിക്കാൻ പോവാണ്. ശ്രദ്ധിച്ചു കേട്ടോ ടീച്ചറെ. എന്താണെന്നൊക്കെ മൈക്കിൽ പറയാം. ചുമ്മാ തോന്നുന്നൊക്കെ പറഞ്ഞോ, വിളിച്ചു പറഞ്ഞോ ടീച്ചർ. എന്തെങ്കിലുമൊക്കെ കിട്ടും. സാറ് പറയും. വരയ്ക്കുന്ന ആളാന്ന് തോന്നുന്നു സാറ്. പിന്നെ കറക്റ്റായിട്ട് വരയ്ക്കുന്നുണ്ട്. അതാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇതെന്താണ് കാണുന്നത് എന്നാലല്ലേ നമുക്ക് പറയാൻ പറ്റൂ. അതാ സാറിന് മാറ്റി വരയ്ക്കണമെങ്കിൽ മാറ്റി വരയ്ക്കാൻ എന്ത് വേണോ ചെയ്യാം. ചിത്രം വരയ്ക്കുന്ന ആളാണ്. ആ പറഞ്ഞേ, എന്താ? താൻ പകുതി ദൈവം പകുതി. പറഞ്ഞേ. താൻ പകുതി ദൈവം പകുതി. താൻ പാതി ദൈവം പാതി. ശരി ഉത്തരം. ഇതെങ്ങനെ കിട്ടി? ഇത് പക്ഷെ കറക്റ്റ് ആയിട്ടാ. സാർ ഇങ്ങോട്ടൊന്ന് നിന്ന് കൊടുക്കാം, കാരണം അത് കാണിച്ചു കൊടുക്കാം. കറക്റ്റായിട്ട് സാർ അത് വരച്ചിട്ടുണ്ട്. അതായത് ഒരു മനുഷ്യന്റെ പകുതി മുഖവും ഇപ്പുറത്ത് പകുതി ദൈവത്തിൻ്റെതും കറക്റ്റായിട്ട് അത് പറഞ്ഞു. ആൻഡ് ഫസ്റ്റ് ട്രയൽ തന്നെ ടീച്ചർ അത് പറഞ്ഞിരിക്കുകയാണ്. വെരി ഗുഡ്. ഇനി അടുത്ത ടീച്ചറാണോ വരാൻ പോകുന്നത്? ടീച്ചർ വായോ. ഉള്ളത് മതി, അതാണ് അതിൻ്റെ രസം. ഒന്നും മേടിക്കേണ്ട. 3 പേരെ കൊണ്ട് വരപ്പിക്കുക. അപ്പോൾ നമുക്ക് അറിയാമല്ലോ ആരാണ് സ്കിൽഫുൾ എന്ന് അറിയാമല്ലോ. വായോ. അർത്ഥം കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരെണ്ണം ഇവർക്ക് കറക്റ്റ് കിട്ടിയിരിക്കുകയാണ്. ടീച്ചറിനുള്ള പ്രോവർബ് ഞാനിതാ പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ടീച്ചറിനുള്ള പഴഞ്ചൊല്ല് ഞാൻ പറഞ്ഞു കൊടുത്തു. ടീച്ചറെ റെഡി? എങ്ങനെയെങ്കിലും ഇതൊന്ന് പറയിപ്പിച്ചെടുത്താൽ മതി. അത് ഭയങ്കര നല്ല സാറ് വരച്ചോലെ നല്ല ചിത്രമാവണമെന്നൊന്നുമില്ല, എങ്ങനെയും മതി.
ഇതെന്തത് ടെലിഫോൺ ബൂത്താ? ആ സാറേ ചുമ്മാ എന്തേലൊക്കെ പറഞ്ഞു നോക്കിയേ. അത് ഒന്നും മനസ്സിലാവണില്ല. ഒന്നും മനസ്സിലാവുന്നില്ല. ടീച്ചർ വേറെ എന്തെങ്കിലും കൂടെ ആഡ് ചെയ്തു? ഒന്നും മിണ്ടണ്ട, എന്തെങ്കിലും ആഡ് ചെയ്തു പോയി. മനസ്സിലായത് എന്താണ് സാർ? ഇതിൽ നിന്ന് എന്താണ്? നടന്നു പോകുന്നത് പോലെ. നടന്നു പോകുന്നത് പോലെ സാറിന് തോന്നി. ആ അതെ സാർ, അത് ഇത് വരാൻ സാധ്യതയുള്ള വാക്കുകൾ ടീച്ചർ എത്തായോ? എന്താണ് സാറിന് ഇത് വെച്ച് വരാൻ സാധ്യതയുള്ള പഴഞ്ചൊല്ലുകൾ ഏതാണെന്നൊക്കെ ചുമ്മാ ഒന്ന് ഊളിയിട്ടിറങ്ങി. ഇങ്ങനെയുള്ള നടന്നു പോകുന്നു, അതാണ്. തെറ്റിപ്പോയാലും കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. സാറ് ചുമ്മാ എന്തെങ്കിലുമൊക്കെ കറക്കിക്കുത്ത്. വിത്ത് ഗുണം 10 ഗുണമാണോ? വിത്ത് ഗുണം 10 ഗുണമാണോ ചോദിച്ചാൽ അല്ല. എപ്പോഴാ ഇതിൽ സാർ വിത്ത് എവിടെ ഇതിൽ സാറിന് കണ്ടതായിട്ട് തോന്നുന്നേ? ഇതിൽ ഏതാണ് വിത്തായിട്ട് തോന്നിയത്? വള്ളി പോലെ തോന്നി. ആ ഒന്ന് ആലോചിച്ചേ. അതന്നെ, പോരട്ടെ പോരട്ടെ. സാർ അടുത്തെത്തിയിരിക്കുന്നു. തേടിയ വള്ളി കാലിൽ ചുറ്റി. തേടിയ വള്ളി കാലി ചുറ്റി. എന്റെ അമ്മ. പക്ഷെ എനിക്കറിയണം, എനിക്ക് ഇതില് വിത്ത് എവിടെയാണെന്നുള്ളതൊന്ന് സാറ് കാണിച്ചാണ്. ഇതിൽ ഏത് ഭാഗത്താണ് സാറിന് വിത്ത് തോന്നിയത്? വിത്ത് വല്ല സാറിന് തോന്നിയോ? തോന്നിയില്ല. എന്തായാലും എങ്ങനെയോ ഒരു വള്ളിയിൽ പിടിച്ച് ഞങ്ങളങ്ങ് കേറി. പറഞ്ഞത് ഗായത്രിയാണ്. കറക്റ്റ് ആണ് പറഞ്ഞത്. അപ്പൊ ഇനി ചേച്ചിയാണ് ഇനി വരാൻ പോകുന്നത്. ഞാനപ്പോ ഈ പ്രോവേർബ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് ചേച്ചി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, വര കൊണ്ട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നോക്കാം. കമോൺ സാറേ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നേ. അപ്പൊ പറയും ഇത് കണ്ടിട്ടൊക്കെ എന്താണ് തോന്നുന്നത്? എന്തെങ്കിലുമൊക്കെ പറഞ്ഞ വായി തോന്നേക്കെ വിളിച്ചു പറഞ്ഞു. മേശയാണോ? മേശയാണെന്ന്. മേശയല്ല. പിയാനോ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, മിണ്ടരുത്. വാഗുണ്ട കാസ്ബാന്നൊക്കെ. ആ ഒന്നും മനസ്സിലാവുന്നില്ല. ഒന്നും മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും ചേച്ചി വേറെ എന്തെങ്കിലും കൂടെ വരച്ചേ. കട്ടിലാന്നോ? അടുത്തെത്തിയിരിക്കുന്നു. അടുത്തെത്തി. കട്ടിൽ വരെ. തലയണ മന്ത്രോ? തലയണ ഉണ്ടോ എന്ന് ചോദിക്കുന്നു. എന്താ ഉദ്ദേശിക്കുന്നത്? അത് ഐഡിയ ഉൾക്കൊണ്ട് വരയ്ക്കൂ, എന്നാലേ അത് മനസ്സിലാവുള്ളൂ. സാറേ കട്ടിൽ വരെ എത്തിയെങ്കിൽ അത് കിട്ടും. കട്ടിലുണ്ട് സാധനം, കട്ടിലുണ്ട്. ചേച്ചി ആ രണ്ടാം ഭാഗം ഒന്നുകൂടി വരച്ചു. ഒന്നുകൂടി വേറെ എന്തെങ്കിലും വരച്ചോ? വലുതാക്കി വരയ്ക്ക് ചേച്ചി, വലുതാക്കി വരയ്ക്ക്. ആദ്യം വരച്ചത് പിന്നെയും കൊള്ളായിരുന്നു. രണ്ടാമത് എന്താ വരയ്ക്കും? കട്ടിൽ വരെ ഒന്നുകൂടെ വ്യക്തമായിട്ട് വരയ്ക്കുന്നുണ്ട്. എന്തത്? സാറിന് ഞെട്ടത് എന്തത്? സാർ എന്താ തോന്നുന്നേ? ഒന്നും മനസ്സിലാവില്ല. എന്താ വിരിപ്പാണോ? അത് വിരിപ്പല്ല, കട്ടിലുണ്ട് സാധനം. മെത്തയാണോ? അത് വെച്ച് സാറിന് പഴഞ്ചൊല്ല ആലോചിച്ചേ. ഇനി അത് വെച്ച് പഴഞ്ചൊല്ല ആലോചിച്ചാ മതി. ഷെടാ, അത് വെച്ചൊരു പഴഞ്ചൊല്ല്. ഇത് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? ഇത് കണ്ടിട്ട് അമീബ അങ്ങനെ എന്തെങ്കിലും? ഇത് നോക്കിയാൽ ഇതാണ് ഉള്ളതിൽ അടുത്തെങ്കിലും വരുന്നത്. ഇത് രണ്ടും നോക്കരുതേ. വേറെ എന്തെങ്കിലും വരച്ചു നോക്കിയേ. വേറെ എന്തെങ്കിലും ഒന്ന് വരച്ചു നോക്കിയേ. ഇത് സാറിന് കിട്ടി, ഇനി അത് വെച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. കട്ടില് മെത്തൊക്കെ കിട്ടിയെങ്കിലും പിന്നെ പ്രോവർബ് വരുന്നില്ല. ഒന്നുകൂടെ ട്രൈ ചെയ്തേ. ഇതൊന്ന് ആലോചിച്ച്, ഇതും കൂടെ കൂട്ടി വെച്ചൊന്ന് ആലോചിച്ച് ഒന്നുകൂടെ വര ചേച്ചി. സാറേ ഒരു രക്ഷയില്ലല്ലോ, ഒരു രക്ഷയില്ല. ഇനി ആ പ്രോവർബ് എന്താന്ന് ചേച്ചി തന്നെ പറയട്ടെ. അട്ടയെ പിടിച്ച് മെത്തേക്കെടുത്ത്. ഇതിലേതാണ് അട്ടാന്നൊന്ന് പറഞ്ഞുതരാവോ? ഒന്നും വേണ്ട, ഒരു വര വരച്ചിങ്ങനെ ഇട്ടാലും മതിയായിരുന്നു. അട്ട എനിക്ക് വരയ്ക്കാൻ അറിയില്ല. പക്ഷെ ഇതിൽ എനിക്ക് ഒരുവിധം താരതമ്യം തോന്നിയ ഒരു അട്ട ഇതാണ്. ഈ അട്ട എനിക്കിത് കൊളയട്ടമല്ലോ ആണോന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ ഇതെന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ചേച്ചി ഉദ്ദേശിച്ചേ അട്ട തന്നെ ഇങ്ങനെ ചുരുണ്ടിരിക്കുന്ന അട്ട. അത് ചുരുണ്ടിരിക്കുന്ന അട്ട. വയനാട് പോയി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു അട്ടയെ കാണാം. വയനാടൻ ചുരങ്ങളിലുള്ള ഒരു അട്ടയാണ് ചേച്ചി മനസ്സുകൊണ്ട് ആലോചിച്ചത്. അതിനെ മെത്തയെ പിടിച്ച് കിടത്താൻ നോക്കണം.
അതായത് ആ വയനാടൻ ചുരത്തിലുള്ള അട്ടയുടെ ഫോട്ടോയാണ് ചേച്ചി വരയ്ക്കാൻ അത് ശരി, അത് ഉദ്ദേശിച്ചത്. ശരി. അപ്പൊ അതിലുള്ള അട്ടേനെ അപ്പൊ ആട്ട കിടക്കില്ല, നമുക്ക് എന്തായാലും കിട്ടിയില്ല. ആട്ട കിട്ടിയില്ല. അപ്പൊ 2 പോയിന്റേ കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, താങ്ക് യു ചേച്ചി, പോവാം. ഓക്കെ, അപ്പൊ 3-ൽ 2 അവർ കറക്റ്റാ പറഞ്ഞു. നമുക്ക് 3-ൽ 3 അപ്പൊ പറഞ്ഞേ പറ്റൂ വിജയിക്കണമെങ്കിൽ. ആദ്യം ആരാണ് വരാൻ പോകുന്നത്? ഞാൻ. മോനാണ് വരുന്നത്. വായു. അപ്പോ ഇവന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി എങ്ങനെയെങ്കിലും 2 പേരെയും കൊണ്ട് പറയിക്കണം നമുക്ക്. ഓക്കെ, റെഡി? മാർക്കർ ശ്രദ്ധിച്ച് എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ, തോന്നേക്കെ. മായ്ക്കണോ, എന്ത് തോന്നണമെങ്കിലും എനിക്ക് ചെയ്യാം. എന്താണിത്? എന്താണ്? ആ, പന്നിക്കുട്ടി. പന്നിക്കുട്ടിയോ? പന്നിക്കുട്ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ പന്നിക്കുട്ടി അല്ലേടാ. നീ കറക്റ്റ് വരച്ചു കൊടുത്തേ. അതാണ് നീ വലുതായിട്ട് വരയ്ക്കും. ഇത്രയും ബോർഡർ ഉണ്ടായിട്ട് നീ ഇത്ര എന്തിനാ? പന്നിക്കുട്ടി അല്ല അത്. നീ കുറച്ച് വലുതായിട്ട് വരച്ചേ. കാള കിടക്കും കയറോടുന്നാണ്. കാള കിടക്കും കയറോടുന്നാണ്. കാള കിടക്കും കയറോടും അല്ല, അത് കാളയല്ല. കാള, പന്നി, ഇതൊരു മൃഗമാണ്. അതാണ് അവന്. അവർക്ക് വലുതായിട്ട് തന്നെ വരയ്ക്കണം കേട്ടോ. ആ ശരി, ഞാൻ വരച്ചോട്ടെ. അവനെ ഇനി നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്ത് അവനുള്ള കോൺഫിഡൻസ് പോയാൽ എന്ത് മൃഗമാണെന്ന് ഇത് കിട്ടിയാൽ തന്നെ എനിക്ക് തോന്നുന്നു അത് കിട്ടും. അത് കറക്റ്റ് ആ മൃഗം കിട്ടിയാൽ മതി. പറഞ്ഞോ, ഏത് മൃഗമായിട്ട് തോന്നുന്നു? പറഞ്ഞു, നിനക്ക് എന്താ തോന്നുന്നു പറഞ്ഞു. എന്തെങ്കിലുമൊക്കെ മൃഗങ്ങൾ പറ, അപ്പൊ ഞാൻ ശരിയാണോ തെറ്റാണോ? ഹിപ്പോപ്പൊട്ടാമസ്. ഹിപ്പോപ്പൊട്ടാമസോ? എടാ, ഹിപ്പോപ്പൊട്ടാമസ് എവിടെയാണ് ഇത്രയും വലിയ വാല്? എന്താ തോന്നുന്നത് നിനക്ക്? ഒന്നുകൂടെ നോക്കിയേ. പന്നിയാണ്. മുള്ളംപന്നിയല്ല. നിനക്ക് ഈ പന്നി വിട്ടൊരു കളിയില്ലല്ലോ. അതാണ് മുള്ളംപന്നി വെച്ച് വല്ല പഴഞ്ചൊല്ലുണ്ടോ മോനെ? ഡൈനോസർ. 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 ഡൈനോസർ വെച്ച് പഴഞ്ചൊല്ലോ? ഈ ഡൈനോസർ വെച്ച് ഏത് പഴഞ്ചൊല്ലാ കേട്ടിട്ടുള്ള? ഞാനൊന്നും കേട്ടിട്ടില്ലല്ലോ. എന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ഡൈനോസർ പഴഞ്ചൊല്ലൊന്നും ഇല്ലല്ലോ. അയ്യോ, നീ ഇന്നൊന്നും തീർക്കാനല്ലല്ലേ പ്ലാൻ? അപ്പോ കാര്യമായിട്ട് വീട്ടിലെന്തോ മാർക്കർ കൊടുക്കാത്തതിനാ ഒന്നുകൂടെ നിങ്ങൾ എന്തേലും പറഞ്ഞേ. നീ ഒരുവണ്ണം വരച്ചിട്ട് നമുക്ക് അവസരം. കുതിരയാണ്. കുതിരയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാട്ടിലെ മൃഗങ്ങളെല്ലാം ആവുന്നുണ്ട്, കുതിരയല്ല. കുതിരയല്ല, പക്ഷെ അടുത്തൊക്കെ എത്തുന്നുണ്ട്. പുലിയാണ്. കുതിരയല്ല, പുലി. പുലി. പുലിയാണ്. പുലിയാണ്. കിട്ടി 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 കിട്ടി. എടേ കിട്ടിയടേ, നിന്റെ പുലിയിൽ അവർ കേറി. ഇനി നോക്ക്, ഇനി നോക്ക്. അതെന്താന്ന് പറഞ്ഞു നോക്ക്. പുല്ല്. പുല്ല്. ആ കിട്ടി. അപ്പൊ പിന്നെ പറഞ്ഞോ, പറഞ്ഞോ, കിട്ടി. വിശന്നാ പുലി പുല്ലും തിന്നും. അടുത്തെത്തി ഓൾമോസ്റ്റ്. എന്നാലും അടുത്തെത്തി. അതാണ് ഓൾമോസ്റ്റ്, അതാണ്. പക്ഷെ എന്തായാലും നമുക്കത് കൊടുക്കണമെന്നേ സാർ ഞാൻ പറയുള്ളൂ. കാരണം ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും എന്നുള്ളതാണ്. എന്നാലും അവർക്ക് കൊടുക്കാം സാർ. വിശന്നാലെന്ന് വന്നു. എന്നാലും റിഗാർഡ്. ഉയ്യോ, നിന്റെ പുലിക്ക് നീ 3 തവണ പുലി വരച്ച് 3 വേറെ തരം പുലിയായിരുന്നു. ഏത് ഭാഗത്തുള്ള ബംഗാൾ കടുവൊന്നുമില്ല ഇങ്ങനത്തത്. എവിടെ നിന്നാണ് ഈ പുലിനെ കിട്ടിയത്? അവര് പശു എന്ന് പറയാത്ത ദൈവഭാഗ്യം. ആ പൊക്കോ. ഇവന്റെ പുലി എങ്ങനെയുണ്ടായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. അപ്പൊ അടുത്ത ആളാണ് വരാൻ പോകുന്നത്. മോൻവായോ. ദുബായിയുടെ ഭാവിയിൽ നിക്ഷേപിക്കുക. നിങ്ങളുടെ വിജയത്തിൽ പങ്കാളികളായി ഞങ്ങളുമുണ്ട്. RG ഗ്രൂപ്പ്. അപ്പോൾ ഞാൻ പ്രോവർബ് ചുമ്മാ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ പോവാണ്. ഓക്കെ, ഇനി അതാണ് വരയ്ക്കാൻ പോകുന്നത്. റെഡി? പെട്ടെന്ന് കിട്ടുന്നതാണ്. കൃത്യമായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ കിട്ടും. ഇത് വലുതായിട്ട് വരച്ചോ, അവനെ പോലെ ചെറുതാക്കാതെ നീ. ഇത് കുറച്ച് മാറ്റി. ഇതെന്താണ്?
ബോട്ട്, ബോട്ട് കറക്റ്റ് ആണ്. മലയാളം എന്താണ് ബോട്ടിന്റെ? വഞ്ചി, വഞ്ചി അല്ല. ബോട്ടിന്റെ മലയാളം വേറൊരു മലയാള വാക്ക്. വള്ളം, വള്ളമല്ല, വഞ്ചിയല്ല, വേറൊരെണ്ണം. കപ്പൽ, കപ്പൽ. കപ്പൽ കറക്റ്റ് ഉത്തരം. കപ്പൽ കിട്ടിയിരിക്കുന്നു. ഇനി അടുത്തത്. ഇനി പഴഞ്ചൊല്ലിലേക്ക് എത്തുക. ആ, കപ്പൽ കിട്ടി. കൊള്ളാം. ഓ, വെരി നൈസ്, ബ്രില്യൻറ്റ്, വെരി ഗുഡ്, വെരി ഗുഡ്. ആ, ഇനി നിങ്ങൾ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ 2 എണ്ണം കണക്കാം. ഇതിൽ കൂടുതൽ ഒരാൾക്കും വരയ്ക്കാൻ പറ്റില്ല. അത് കപ്പൽ കൊള്ളക്കാരൻ, ഏ കപ്പൽ കൊള്ളക്കാരൻ, അങ്ങനെ ഒരു പഴഞ്ചൊല്ല് നീ കേട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു പഴഞ്ചൊല്ല് ഇല്ലല്ലോ. കൊള്ളക്കാരൻ വരെ എത്തി. ആ ഒരു ഗ്രൂപ്പാണ് ഈ പുള്ളിയും. ഇത് അവന്റെ ബ്രില്യന്റ് കേട്ടോ. ഡോളർ ഇട്ടത് എനിക്കത് ഇഷ്ടായി. ആ, കപ്പലിനെ കൊണ്ട് കൊള്ളക്കാരനോടൂ. എടേ നീ ഒരു പഴഞ്ചൊല്ല് പറയടേ. ഇതെന്താണ്? ഇയാള് എന്താണിത്? കൊള്ളയടിച്ച കൊള്ളക്കാരന് വേറെ എന്താണ് പറയാ? കള്ളൻ, ഏ കള്ളൻ, കള്ളൻ. കിട്ടി. പിന്നെ പറ 2ഉം കൂടെ ചേർത്ത്. എടേ ഇതെന്താണെടേ? കള്ളനും കിട്ടി, കപ്പലും കിട്ടി. ഇനി എന്താണ്? കള്ളൻ കപ്പലിലാണ്. അത് തന്നെ. ലാസ്റ്റ് വേർഡ് ഒന്ന് മാറ്റിയാ മതി. നീ എന്തേലും പറയടേ. കള്ളൻ കപ്പലിൽ അല്ല. ഒരുത്തൻ ഒരുവിധം ഉരുട്ടി കപ്പൽ വരെ അവനെ കൊണ്ട് എത്തിച്ചു. ഇതിന് കപ്പലിലല്ലാന്ന്. കപ്പലിൽ തന്നെ അവൻ പറ. നീ കള്ളൻ കപ്പലിൽ കള്ളൻ കപ്പലിൽ ഉണ്ട്. ഉണ്ടെന്നില്ല അവൻ. അവിടെ തന്നെ ഉണ്ട്. പറ നീ. കള്ളൻ എടേ അവിടെ തന്നെ ഉണ്ടടേ. പറയടേ. ഞാൻ നിന്നോട് ചെറിയ സത്യം ഞാൻ പറയാലോ. എടേ കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടടേ. പറയുന്നത് കള്ളൻ കപ്പലിൽ ഉണ്ടല്ലോ. കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ പഴഞ്ചൊല്ലെന്താ? കള്ളൻ ഇത്രയല്ലേ ഉള്ളൂ. അത് പറ. കള്ളൻ കപ്പലിൽ തന്നെ. എത്ര നേരം ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നീ വേറെയാണോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ? കള്ളൻ കപ്പലിലുണ്ട്, കള്ളൻ കപ്പലിൽ ഇല്ല. ഗോഡ്. പക്ഷെ മോനെ കൊള്ളാം കേട്ടോ. നീ ബ്രില്യൻ്റ് ആയിട്ട് ആ ഡോളർ വരച്ച്. ഓക്കെ, അടിപൊളി. ശരി, പൊക്കോളൂന, കുഴപ്പമില്ല. ഇനി അടുത്ത മോനാണ് വരാൻ പോകുന്നത്. മോനെ വായോ. അപ്പൊ പഴഞ്ചൊല്ല് ഞാനൊന്ന് പറഞ്ഞു കൊടുക്കാൻ പോവാണ്. അപ്പൊ മോൻ ആ പഴഞ്ചൊല്ല് ഞാൻ പറഞ്ഞു കൊടുത്തു. റെഡി? ഓക്കെ. വലുതായിട്ട് വരച്ചോ, വലുതായിട്ട് വരച്ചോ. എന്താ ഇത് കണ്ടിട്ട് എന്താ തോന്നേ? പല്ലി, ഏ പല്ലി. കിട്ടി. ആ ഒരു വാക്ക് കിട്ടി അവന്. ഒരു മൃഗമാണെന്ന് തോന്നുന്നുണ്ടോ ഇപ്പുറത്ത് വരയ്ക്കുന്നത്? നീ ഒന്ന് മാറിക്കൊടുത്ത് ഇച്ചിരി കണ്ടു നോക്കട്ടെ. ആ, എങ്ങനെ നോക്കട്ടെ, ഒന്നുകൂടെ പറഞ്ഞേ. പശു. പശുവും കറക്റ്റ്, പല്ലും കറക്റ്റ്. ഇനി എന്തെങ്കിലും വരണുണ്ടോന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ശരിക്കും ആലോചിച്ച എന്താ കുട്ടിയെ ആലോചിച്ചു. പല്ല് കിട്ടിയടേ. ഇതെങ്ങനെ പല്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? ഓ, അത് കിട്ടിയെങ്കിൽ ബ്രില്യൻ്റ് കേട്ടോ നിങ്ങൾ. പശുവും കിട്ടി. എന്നാലും നീ പശുവിനെ വരച്ചിട്ടോ? പശു നീ ഇത്രയും വരച്ചിട്ട് തല വരയ്ക്കാറുണ്ടോ പശുവിൻ്റെ? നീ ഒരു പര നോക്കട്ടെ. എന്തായാലും ഒരു പശു എന്ന് പറഞ്ഞു. എന്നാലും ഒന്ന് വരച്ചേരെ. പശു ആണോ? അതെ, ഏതെങ്കിലും ഒരു തല നീ വരച്ചോ. ആടിൻ്റെയോ മ്ലാവിൻ്റെയോ? ആ, കൊള്ളാം. പക്ഷെ കുഴപ്പമില്ല. ഞാൻ ചുമ്മാ ചിരിച്ചതാ. ഞാൻ ഇതിനേക്കാളും കഷ്ടമാണ് വരയ്ക്കുന്നത്. അല്ലാണ്ട് കുഴപ്പമില്ല. ആ ആ, പല്ലും കിട്ടി, പശുവും കിട്ടി. ഇനി പറഞ്ഞ വല്ലതും കേട്ടിട്ടുണ്ടോന്ന്? പശുവിന് പല്ലില്ല. പശുവിന് പല്ലില്ല. ഉണ്ട്. ആ, അതെന്താ? 1 2 3 വെട്ട്.
ബ്രില്യൻ്റ് ആണ്. അവൻ ഇവിടെ ഒന്നും നിൽക്കേണ്ടവനല്ല. എന്നെ ഇവിടെ നിർത്തരുതെന്നാണ് എനിക്ക് പറയുന്നത്. ഇന്ത്യയിൽ യൂറോപ്പിലോട്ട് അവനെ കടത്തണം. ഇതെന്താ ഇത്? നമ്പേഴ്സ്. നമ്പേഴ്സ്. എന്താ എന്നിട്ട് വെട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കും? ശരിയല്ല. ശരിയല്ല. ഇനി നീ പല്ല്, പശു, പശുവിന്റെ പല്ല്, കൗണ്ടിങ് എന്തോ വെട്ടിയിട്ടുണ്ട് ഇവൻ. ഈ പറഞ്ഞ അക്കങ്ങൾ വെട്ടിയിട്ടുണ്ട്. എണ്ണുന്നതാണ് നമ്മള്, എണ്ണുന്നതും വെട്ടിയിട്ടുണ്ട്. ഇതെന്താ അത്? അത് നോക്കി, ഇവ എന്താ താഴെ വരച്ചേക്കുന്ന നോക്കിയേ. കല്ല്, പാറ. കല്ലാ? അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല ആക്ച്വലി. ഈ പഴഞ്ചൊല്ലി തന്നെ ഉള്ളതാണോ? അതെന്താ ഉദ്ദേശിച്ചെന്ന് എനിക്ക് മനസ്സിലായില്ല. തെറ്റിപ്പോയതാണ് അവന്. ഒന്ന് തെറ്റിപ്പോയി. അവന് ഒന്നുകൂടെ ഒരു അവസരം കൊടുക്കട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പശു, പല്ല്, പശുവിന്റെ പല്ല്. ഇത് പശുവിന്റെ പല്ല്. പശുവിന്റെ പല്ല് ശരിയല്ല. പശുവിന്റെ പല്ല് ശരിയല്ല എന്ന് ഒരു പഴഞ്ചൊല്ല് പരിപാടി. എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? കിട്ടി, ഒരുവിധം ടീച്ചറിന് കിട്ടിയിട്ടുണ്ട്. നീ ആ മറ്റേ ഇതും കൂടെ വരച്ചേ, വേറെ വരച്ച എന്തെങ്കിലും കൂടെ വരയ്ക്ക്. എന്തത്? ഒന്ന് ആദ്യത്തെ വാക്കാണ് ഉദ്ദേശിക്കുന്നത്. അല്ല മനസ്സിലാവും. ഇതെന്തത്? പശുവിനെ വിറ്റ് തിന്നാന്നോ? ആ മറ്റേതോ ഉദ്ദേശം. കാണം വിറ്റ് ഓണം ഉണ്ണണം. പശുവും പല്ലും. ഇത് അക്കങ്ങള്. ഇത് പൈസ. പൈസ തന്നെ. പൈസ എന്തെങ്കിലും ഇത് കിട്ടുന്നുണ്ടോ? ആ, ഇതെന്ത് തോന്നുന്നു? നീ എന്തെങ്കിലും പറഞ്ഞേ. തോന്നുന്നു എന്തെങ്കിലും പറഞ്ഞേ. പശു റിച്ച് ആണ്. പശു റിച്ച് ആണെന്നോ? പശു റിച്ച് ആണെന്നൊക്കെ. അതേത് പശുവാണ് റിച്ചായ പശു? നിങ്ങളൊരു പഴഞ്ചൊല്ല്. പശുവിന്റെ പല്ല് എന്താണ്? എങ്ങനെ കിട്ടിയ പശു എന്നായിരിക്കും? റിച്ച് ആയിട്ടുള്ള പശുവാണോ? പൈസ ഒന്നും കൊടുക്കാതെ എന്തോ കിട്ടിയ, മേടിച്ച് ആരോ കൊടുത്ത പശുവാണെന്നോ? ഇതെന്തോ ഇത്? ഇതെന്തോ ഇത്? സൈക്ലിക് ഇതോ പ്രോസസ്സോ? നമ്മൾ മറ്റേ ഇലകളിൽ നിന്ന് വെള്ളം ആഗിരണം ചെയ്യുന്നു, വെള്ളത്തിൽ നിന്ന് വായുവിലേക്ക്, അതാണോ ഉദ്ദേശിക്കുന്നത്? അതായത് പശുവിനെ ആർക്കോ ഫ്രീ കിട്ടിയൊക്കെയാണെന്നാണ് തോന്നുന്നത്. അല്ലേ? അല്ല. പൈസ. പൈസ കൊടുത്ത് പശുവിനെ മേടിച്ചോ? അങ്ങനെയാണോ? അല്ല. പൈസ ഇല്ലാതെയാണോ മേടിച്ചേക്കുന്നേ? പശുവിനെ വിറ്റ് പശുവിനെ വിറ്റ് പല്ല് തിന്നണോന്നാ? പശുവിന്റെ പല്ലിന്റെ ഏതെങ്കിലും പഴഞ്ചൊല്ല് നിങ്ങൾക്കറിയോ? അറിയാം. ഇവർക്കത് കിട്ടി. ഒന്നുകൂടെ പറയാൻ ഒരു അവസരം തരുന്നു. ഈ ലാസ്റ്റ് ചാൻസ്. ഇനി പറഞ്ഞില്ലെങ്കിൽ നോക്കി. ഇത് ആള്, ഇത് ആളാണ്. ഇതെന്തിനടെ രണ്ടാളെന്തിനടെ? ഓ ശരി. ഇനി ഇത് വിട്ടു. നീ വിട്ടോ. നിനക്കിനി ഒന്നും വരയ്ക്കാനില്ല. ഇതെന്താന്നാ തോന്നുന്നേ? ഇതൊരാളാന്നോ? ആളെന്ത് ചെയ്തു? ദാനം ചെയ്തു. ഓ, ദാനം ചെയ്തൂന്ന്. അവൻ അവിടെ പറഞ്ഞു വിട്ടപ്പോഴേ എനിക്കറിയാം അവിടെ ദാനം ചെയ്യൂന്ന്. ഇതുവരെ കിട്ടാത്ത കുഞ്ഞുങ്ങൾ ദാനം. ഞാൻ ഒന്നും പറഞ്ഞില്ല. സത്യം പറയണേ. സത്യം. ആ ഓക്കെ. അപ്പൊ എന്തായാലും ഇതൊരു നടക്കി പോകുന്ന എനിക്ക് തോന്നുന്നില്ല. ദാനം കിട്ടിയ പശുവിന്റെ പല്ലെണ്ണരുത്. അതായത് നമുക്ക് ഫ്രീ ആയിട്ടാണ് ഒരാൾ തന്നത്. അതിനെ കൂടുതലായിട്ട് അപ്പം തിന്നാൽ മതി, കുഴി എണ്ണണ്ട എന്നൊരു സാധനം. ഓക്കെ. അപ്പം എന്തായാലും എത്ര ശരി ഉത്തരം കിട്ടി? ഒരു ശരി ഉത്തരം. ഒരു ശരി ഉത്തരേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു റൗണ്ടിൽ വിജയിച്ചിരിക്കുന്നു ടീം ഓ. സോ ഇന്നത്തെ എപ്പിസോഡിൽ ഒരു ചെറിയ സ്പെഷ്യാലിറ്റി കൂടിയുണ്ട്. നമുക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ആളൊരു ബലൂണോഗ്രാഫർ ആണ്. ബലൂൺ ആർട്ടാണ് ആൾ ചെയ്യുന്നത്. ബലൂൺസ് കൊണ്ട് നമ്മളിങ്ങനെ എന്താ പറയുക അത്ഭുതപ്പെടുത്താൻ പോവാണ്. ബലൂൺസ് ഇഷ്ടമല്ലേ മക്കൾക്കെല്ലാം? ഓക്കെ. അപ്പോൾ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു ഷിജിന. ഷിജിന, ബലൂൺസ് കൊണ്ട് ഇങ്ങനെ പന്താടാൻ പോവാണ്. ഇപ്പൊ എത്ര നാളായി ഇതിൽ തന്നെ എക്സ്പെർട്ടൈസ് തുടങ്ങിയിട്ട്? ഞാൻ ഒരു 10 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിലുണ്ട്. 10 വർഷമായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങൾ കാണുന്ന ഒരു ഷോ കൂടിയാണ് ഞങ്ങളുടെ YXO. അപ്പൊ അവർക്ക് എനിക്ക് തോന്നുന്നു ഭയങ്കര കൗതുകം ഉണർത്തുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. എന്തൊക്കെ ഫിഗേഴ്സ് ആണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്? ആനിമൽസ് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്, ബാക്കി സർപ്രൈസ് ആവട്ടെ. അങ്ങനെയാണ്, ഒരുപാട് കാര്യങ്ങളാണ്. അപ്പൊ എന്തായാലും നമ്മളെ മക്കളെല്ലാവരും ഇങ്ങനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. സോ വിഷിംഗ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.
എന്തായാലും ഞങ്ങളുടെ YXOയുടെ ഭാഗത്ത് നിന്ന് ഇവിടെ എത്തി ഇത്രയും നന്നായിട്ട് നമുക്ക് ബലൂൺ ആർട്ട് ചെയ്തു തന്നതിന് ഷിജിനയ്ക്ക് 1000 നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സോ ഞങ്ങളുടെ മൂന്നാമത്തെ റൗണ്ടിലേക്ക് കടക്കുന്നു. ആൻഡ് ദ തേർഡ് റൗണ്ട് ഇസ് സ്വിച്ചിങ് ഓവർ. ഓക്കെ, അപ്പോൾ സ്വിച്ചിങ് ഓവർ റൗണ്ടിൽ 5 ചോദ്യങ്ങൾ ഞാൻ വൈയുടെ അടുത്ത് ആദ്യം ചോദിക്കും, അത് കഴിഞ്ഞ് ഓയുടെ അടുത്ത് എത്തും. ഓയുടെ അടുത്ത് ഞാൻ ചോദിക്കാൻ പോകുന്നത് വൈ ജനറേഷൻ ഏറ്റവും കൂടുതൽ അറിയുന്ന കാര്യങ്ങളായിരിക്കും. വൈ ടീമിൻ്റെ അടുത്ത് ചോദിക്കാൻ പോകുന്നത് ഓ ടീമിൻ്റെ കാലഘട്ടത്തിൽ അരങ്ങേറിയ കാര്യങ്ങളും ആയിരിക്കും. റെഡി? അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. വൈ ടീം റെഡിയാണോ? ബോയ്സ് ഒന്ന് കൈയൊക്കെ അടിച്ച് നിന്നേ.
റെഡി? ആദ്യത്തെ ചോദ്യം, ജനപ്രിയ നായകൻ എന്നറിയപ്പെടുന്ന മലയാള നടൻ ആരാണ്? മോഹൻലാൽ. മോഹൻലാൽ. തെറ്റുത്തരം. ഓക്കെ, അപ്പൊ ജനപ്രിയ നടൻ ലാലേട്ടൻ എന്ന് പറഞ്ഞു, ജയസൂര്യ എന്ന് പറഞ്ഞു, രണ്ടും തെറ്റുത്തരം. ദിലീപേട്ടനാണ്. ഇനി അടുത്തത്, ചേച്ചി ഒരു ഫോട്ടോ കാണിക്കും, ഇയാളുടെ മേഖല എന്താണ്, ഇയാൾ ആരാണ്, ഇയാളുടെ പേരും കൂടെ എനിക്കൊന്ന് വേണം. ഓക്കെ, ഫോട്ടോ കണ്ടാലോ? റെഡി? എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നോക്കിയേ, പത്രത്തിലോ? നീ ഒന്ന് പറഞ്ഞേ, മൈക്കിൽ എന്തെങ്കിലുമൊക്കെ പറയണ്ടേ മക്കളെ. സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട്. സിനിമയിൽ കണ്ടിട്ടുണ്ട്. എന്തായിട്ടാണ് കണ്ടിട്ടുള്ളത്? രാഷ്ട്രീയം കണ്ടിട്ടുണ്ട്. മോനോ, നിനക്ക് എന്ത് തോന്നുന്നു എന്ന് പറഞ്ഞേ. നിനക്ക് കുറച്ചുകൂടെ പുള്ളിനെ പിടിക്കാൻ പറ്റും. ഇയാളെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? പേരെന്തായി? പേര് മറന്ന്. ആറാം തമ്പുരാനിലോ? ആറാം തമ്പുരാനിലുണ്ടോ? ആറാം തമ്പുരാനിൽ പുള്ളി ഇല്ല. ഇയാളുടെ പേരിന്റെ കൂടെ മേനോൻ എന്നൊരു ഇതില്ലേ? മേനോൻ. മേനോനോ? പേരിന്റെ കൂടെ. പേരിന്റെ കൂടെ മേനോനെന്നുണ്ടോ എന്ന് ചോദിച്ചാലില്ല. മേനോനുമായിട്ടില്ലെങ്കിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതെങ്കിലും പേരോ എന്തെങ്കിലും മോന്റെ മനസ്സിലുണ്ടെങ്കിൽ പറഞ്ഞോ. ഇയാളൊരു നല്ല മനുഷ്യനായിട്ട് തോന്നിയോ? നല്ല മനുഷ്യനുമാണ്. അല്ല, അങ്ങനെയല്ല, ഇദ്ദേഹം ചെയ്ത ക്യാരക്ടേഴ്സ് നന്മയാണോ അതോ? അല്ല. എന്ത് തരം റോൾസ് ആയിരിക്കും ചെയ്യാൻ സാധ്യത? വില്ലനാണ് പുള്ളി. ഓക്കെ, ഈ പുള്ളിയുടെ പേര് കേട്ടാൽ സ്ത്രീകൾ നടുങ്ങിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു അല്ലേ ചേച്ചി? ഓക്കെ, അപ്പൊ മേനോന് ആണോ എന്നൊക്കെ പറഞ്ഞു. ഒരു മീഡിയം വില്ലൻ എന്നാണ് പറഞ്ഞത്. ചേച്ചി, ഇത് മീഡിയം വില്ലൻ ആണോ? അല്ല. മീഡിയം വില്ലൻ അല്ല. പേര് പറയാ, ബാലൻ കെ നായർ. ബാലൻ കെ നായർ എന്നാണ് പേര്. കേട്ടിട്ടുണ്ടോ ബാലൻ കെ നായർ എന്ന്? കേട്ടിട്ടുണ്ട്. മീഡിയം വില്ലൻ അല്ല, കുറച്ച് നല്ല വില്ലനായിരുന്നു പുള്ളി. ഓക്കെ, അപ്പോൾ അടുത്ത ഇതിലേക്ക് കടക്കുകയാണ്. അടുത്തത്, ഐഡന്റിഫൈ ദ മലയാളം സോങ് ഫ്രം ദ ഇംഗ്ലീഷ് ലിറിക്സ്. ഓക്കെ, അതായത് ഞാൻ കുറച്ച് ഇംഗ്ലീഷിൽ ലിറിക്സ്, വരികൾ ഞാൻ കാണിക്കും. അതൊരു ശരിക്കും ഒരു മലയാളം പാട്ടിൻ്റെ ആണ്. അപ്പം നിങ്ങൾ ഇംഗ്ലീഷ് വായിച്ചിട്ട് അതിനെ മലയാള തർജ്ജിമ ചെയ്ത് അത് ഏത് പാട്ടാണെന്ന് ചേച്ചിക്ക് പാടി കേൾപ്പിച്ച് തരണം. പറഞ്ഞാലും മതി. ഓക്കെ, ഒന്ന് വായിച്ചേ, ആരെങ്കിലുമൊക്കെ ഒന്ന് വായിച്ചേ. Come to me dear Maina, give me a pinch of sweetness in your beloved garden. Who are you searching for? Who? ഒന്ന് മലയാളത്തിൽ പറഞ്ഞേ. പുലിമുരുകനിലെ പാട്ടാണോ? മൈന. ലാലേട്ടന്റെ നായിക. ഏതായിരുന്നു പാട്ടെന്നൊന്ന് പറഞ്ഞേ. പാട്ട് ഓർമ്മയില്ല. മൈനയിലാണോ നീ വീണത്? ഒന്ന് ആലോചിച്ചേ. പറഞ്ഞേ, പുലിമുരുകനിലെ പാട്ട് പറഞ്ഞേ. മുരുക പുലിമുരുക, അതുപോലെയാണോ എന്ന് ആലോചിച്ചേ. നീ ഇതൊന്ന് മലയാളത്തിൽ തർജ്ജിമ ചെയ്തേ. മോനൊന്ന് പറഞ്ഞേ, മലയാളം എന്താണ്? കം ടു മീയുടെ മലയാളമൊക്കെ എന്താണെന്നൊന്ന് പറഞ്ഞേ. എൻ്റെ അടുത്തേക്ക് വാ. കറക്റ്റ്. ഡിയർ മൈന, ഗിവ് എ പിഞ്ച് ഓഫ് സ്വീറ്റ്നെസ് എന്തായിരിക്കും? നീ പറഞ്ഞേ, എൻ്റെ മോൻ പറഞ്ഞേ. ഇതിന്റെ മലയാളം ഒന്ന് വെറുതെ ഒന്ന് പറഞ്ഞേ. കുറച്ച് മധുരം തരൂ. മധുരം തരൂ, കറക്റ്റ്. അടുത്തെന്താണ്? ഇൻ യുവർ ബിലവഡ് ഗാർഡൻ എന്ന് പറഞ്ഞാൽ നിന്റെ പൂന്തോട്ടത്തിൽ വെച്ച്. മാനസമൈനേ വരൂ എന്ന ചെമ്മീനിലെ പാട്ടാണിത്. കേട്ടിട്ടുണ്ടോ? മാനസമൈനേ വരൂ, അല്ലാതെ പുലിമുരുകനല്ല. ഓക്കെ, കുഴപ്പമില്ല. അടുത്ത ചോദ്യം ഇതാണ്. ടിൻറ്റിൻ്റെ സാഹസികത എന്ന കോമിക് സീരീസിൽ, ദ അഡ്വെഞ്ചേഴ്സ് ഓഫ് ടിൻറ്റിൻ എന്ന കോമിക് സീരീസിലെ ഒരു സാങ്കല്പിക കഥാപാത്രമായ ടിൻറ്റിൻ്റെ വളർത്തുമൃഗത്തിൻ്റെ പേരെന്താണ്? അഡ്വെഞ്ചേഴ്സ് ഓഫ് ടിൻറ്റിൻ കണ്ടിട്ടുണ്ടോ? അയാൾക്കൊരു വളർത്തു മൃഗമുണ്ട്. അത് ഏത് മൃഗമാണ്? ഡോങ്കിയാണോ കഴുതയാണോ? നിനക്ക് എന്താ തോന്നുന്നേ? ഡോങ്കിയാണോ? തെറ്റുത്തരാണ്. ഡോങ്കി അല്ലാതൊരു പട്ടിയാണ്. സ്നോയി എന്നാണ് പട്ടിയുടെ പേര്. ഓക്കെ, അഞ്ചാമത്തെ ചോദ്യമാണ്. കാടെവിടെ മക്കളെ എന്ന കവിത എഴുതിയത് ആരാണ്? കാടെവിടെ മക്കളെ. എഴുത്തച്ഛൻ. കാടെവിടെ മക്കളെ എന്ന എന്തുകൊണ്ട് എഴുത്തച്ഛനെന്ന് എനിക്ക് തോന്നി? അയാൾ എഴുതും. അതുകൊണ്ട് എഴുത്തച്ഛനാണെന്ന് പുള്ളിക്ക് തോന്നി. എഴുത്തച്ഛൻ തെറ്റുത്തരം. കുമാരനാശാനോ? രണ്ട് എഴുത്തുകാരെ അറിയാം, അവർ രണ്ടുപേരും എഴുതും. പക്ഷെ അതല്ല, അയ്യപ്പ പണിക്കരാണ് ശരി ഉത്തരം. ഓക്കെ, ഇനി ഇങ്ങോട്ടേക്ക് വരികയാണ്. ടീമിൻ്റെ അടുത്തുള്ള ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം, റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ആരാണ്?
ഇപ്പോഴത്തെ ഏറ്റവും ഹിറ്റാണ് അല്ലേ? റാം കെയർ ഓഫ് ആനന്ദി ഭയങ്കര ഹിറ്റാണ്, പിള്ളേരുടെ ഇടയിലൊക്കെ തരംഗമാണ്. അറിയില്ല. അഖിൽ പി ധർമ്മജനാണ് ഉത്തരം. അഖിൽ പി ധർമ്മജൻ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, കുതന്ത്രതന്ത്രം എന്ന് തുടങ്ങുന്ന ഗാനം ഏത് സിനിമയിലെയാണ്? കുതന്ത്രതന്ത്രമല്ലടാ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടേ ഇല്ല. ഏത് സിനിമയിലെയാണ്? മഞ്ഞുമൽ ബോയ്സ്. മഞ്ഞുമൽ ബോയ്സിലെ. മഞ്ഞുമൽ ബോയ്സ് കണ്ടിട്ടുണ്ടോ സാറേ? ഇല്ല ഇല്ല. പടവേ കണ്ടിട്ടില്ല. ഓക്കെ. ഇനി മൂന്നാമത്തെ ചോദ്യമാണ്. ഒരു ഫോട്ടോ കാണിക്കുക, ആരാണെന്ന് പറയണം. ഫോട്ടോ പ്ലീസ്. ഇതാരാണെന്നൊന്ന് പറഞ്ഞേ ടീച്ചറെ, ഒന്ന് പറഞ്ഞു നോക്കി. ഇതാരാണ്? ലക്ഷണം കണ്ടിട്ട്, പുള്ളിയെ കണ്ടിട്ട് ഏത് മേഖല എന്ന് തോന്നുന്നു? ആരെങ്കിലുമൊക്കെ ഒന്ന് മൈക്കെടുത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞേ. സിനിമാ നടനാണെന്ന് തോന്നുന്നു. സിനിമാ നടനാണ്. ഇദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരാളുടെ മകനാണ്. തമിഴാണ് മേഖല, അതും കൂടെ പറയാം. തമിഴിലും മലയാളത്തിലായാലും അച്ഛൻ ഭയങ്കര ഫേമസ് ആണ്. തമിഴ് നടനാണ്. പക്ഷേ ഏതെങ്കിലും ഒരു പേര് പറഞ്ഞ സാറേ, ചുമ്മാ ഒരു പേര് പറഞ്ഞേ. ഷീലാമാമിന്റെ മകനല്ല, ഷീലാമാമിന്റെ മകനാണ്. അല്ല, ധ്രുവ് വിക്രം. ധ്രുവ് ആണിത്. ധ്രുവ് വിക്രം, നമ്മുടെ വിക്രമില്ലേ തമിഴിലെ നടൻ, വിക്രമിന്റെ മകനാണ്. അദ്ദേഹം വളരെ അപ്കമിങ് സ്റ്റാർ ആണ് തമിഴിലെ. ഓക്കെ. ഇനി നാലാമത്തെ ചോദ്യം ഇതാണ്. ആവേശം സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ആവേശ സിനിമയിൽ ഫഹദ് ഫാസിൽ അവതരിപ്പിച്ച കേന്ദ്ര കഥാപാത്രത്തിന്റെ പേരെന്താണ്? ഞാൻ പഴയ ആവേശമാണ് ഉദ്ദേശിച്ചത്. അയ്യോ, ജയന്റെ ആവേശമാണ് ഉദ്ദേശിച്ചത്. അതല്ല, ഫഹദ് ഫാസിലിന്റെ ആവേശം, ഇല്ലുമിനാട്ടിയൊക്കെയുള്ള ആവേശം. ഇടാ മോനെ എന്ന് ഫഹദ് വിളിക്കുന്ന ചിത്രത്തിലെ പേരറിയോ? ഫഹദിന്റെ ക്യാരക്ടറിന്റെ എന്താണ് പേര്? രംഗൻ എന്നാണ് പേര്. ഹിറ്റാണ് കുട്ടികളുടെ ഇടയിൽ. ഇനി ഒരു ആപ്പിന്റെ ചിത്രം കാണിക്കുക, അത് ഏതാണ് ആപ്പ് എന്നൊന്ന് പറയണം. ആപ്പിന്റെ പടം പോരട്ടെ. ഇത് ഏതാണ് ആപ്പ് എന്നൊന്നും വല്ല ഐഡിയ ഉണ്ടോ നോക്കട്ടെ. yahoo.com അതിലൊക്കെ കാണിക്കും. yahoo.com തെറ്റുത്തരമാണ്. ഏതാണ് ആപ്പ്? ത്രെഡ്സ് ആണ് ആപ്പ്. കറക്റ്റ്, വെരി കറക്റ്റ്. അങ്ങനെ ഇത്രയും കഴിയുമ്പോൾ നമ്മുടെ സ്കോർ നിലയിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. എത്രയാണ് സ്കോർ എന്ന് നോക്കാം. ഓക്കെ. അപ്പോൾ മൂന്നാമത്തെ റൗണ്ടിൽ ഞങ്ങളുടെ രണ്ട് ടീമുകളും ഒരു പോയിന്റ് പോലും സ്വന്തമാക്കിയിട്ടില്ല. അതിൽ നിങ്ങൾ രണ്ടുപേരും കോമ്പീറ്റ് ചെയ്ത് തന്നെ നിന്നു. 0 പോയിന്റ്സ് ആണ് തേർഡ് റൗണ്ടിൽ നിന്ന് ഇവരെ കൊണ്ടുപോയിരിക്കുന്നത്. എന്തായാലും ആദ്യത്തെ 2 റൗണ്ടുകളിൽ നിന്നും ഞങ്ങളുടെ വൈറ്റ് ടീം സെക്യൂർ ചെയ്തിരിക്കുന്നത് 6 പോയിന്റാണ്. ഞങ്ങളുടെ ഒ ടീം കരസ്ഥമാക്കിയിരിക്കുന്നു 15 പോയിന്റ്, വിച്ച് മീൻസ് ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡിലെ വിന്നേഴ്സ് ഇസ് ദ ടീം ഓ. ഇനി നമുക്ക് ഗിഫ്റ്റ്സും കൂടെ കൊടുക്കാം. ആദ്യം ഇൻവൈറ്റ് ചെയ്യുന്നത് നമ്മുടെ വൈറ്റ് ടീമാണ്. അപ്പോൾ ഇവർക്ക് ലഭിക്കാൻ പോകുന്നത് ചിച്ചി ഫാഷൻ സ്റ്റോർ നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സും മൂന്നാർ ടീ പോട്ട് നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സുമാണ്. ക്യാഷ് പ്രൈസ് കൂടിയുണ്ട്. സോ ക്യാഷ് പ്രൈസ് ആൻഡ് മെമെന്റോസ്. കുഴപ്പമില്ല, അതുകൊണ്ടാണ്. സോ ഇന്ന് നമുക്ക് വിന്നേഴ്സായ ഓ ടീമിനെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്ലീസ് മാം. ഇവർക്ക് ലഭിക്കാൻ പോകുന്നത് ചിച്ചി ഫാഷൻ സ്റ്റോർ, കേരള ഹൗസ് റെസ്റ്റോറന്റ് ആൻഡ് വൈദീശ്വര ആയുർവേദ ആൻഡ് സിദ്ധ നൽകുന്ന ഗിഫ്റ്റ് വൗച്ചേഴ്സ്. ഇനി ഇവർക്ക് ക്യാഷ് പ്രൈസ് ഉണ്ട്, കൂടാതെ മെമെന്റോസും ഉണ്ട്. കണ്ടില്ലേ, ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങളുടെ ഓ ടീമാണ് കേട്ടോ വിജയിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു വേദിയിൽ അറിവ് മാത്രമല്ല, രസകരമായിട്ടുള്ള മൊമെന്റ്സ് മാത്രമല്ല, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പെർഫോമൻസസ് നമ്മൾ പല എപ്പിസോഡ്സിൽ ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ ആക്റ്റാണ്, ഒരു ഡാൻസ് പെർഫോമൻസ് ആണ്. വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു ഗോപിക വിക്രമൻ.
ലോകം മുഴുവൻ ഇതാ റിപ്പബ്ലിക് ഡേയുടെ ആഘോഷത്തിൽ മുഴുകിയിരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ സേവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും മുന്നിലും ഒരു വലിയ സല്യൂട്ട് നൽകിക്കൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ അധ്യായം ഞങ്ങൾ ഇവിടെ ഇതാ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇതുപോലുള്ള നല്ല കാഴ്ചകളും നല്ല അറിവും നല്ല എന്റർടൈൻമെന്റുമായിട്ട് we'll be back soon. Until the next time we meet, this is RG Media 360 presenting YXO Kerala winding up. Gift sponsored by Chichi, Vaidishwaran Ayurvedic Hospital, Kerala House,